ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഡൊമിനിക് ഉൾപ്പെടെ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയുമായിട്ട് വിവിധ ഭാഷകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ 7ഓളം സിനിമകളുടെ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി നായകനെത്തിയ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. GVM സംവിധാനം ചെയ്ത സിനിമയ്ക്ക് പോസിറ്റീവ്, ഡീസന്റ്, എബോ ആവറേജ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ എല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാത്തിരിക്കൂ, ഡൊമിനിക്കിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഇനി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 2 ഹിന്ദി സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അജയ് ദേവ്ഗൺ എക്സ്റ്റൻഡഡ് കാമിയോ റോളിലെത്തിയ വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഹിന്ദി സിനിമയാണ് ആസാദ്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നപ്പോൾ ഡിസാസ്റ്റർ അഭിപ്രായങ്ങളാണ് സിനിമ നേടിയെടുത്തത്. ഒരു ഔട്ട്ഡേറ്റഡ് ലവ് സ്റ്റോറിയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ആസാദ് എന്നതാണ് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അഭിപ്രായം. ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു സിനിമ എമർജൻസിയാണ്. കങ്കണ സംവിധാനം ചെയ്ത് നായികവേഷത്തിലെത്തിയ ഇന്ദിരാഗാന്ധിയുടെ കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മിക്സഡ് അഭിപ്രായങ്ങളാണ് കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും നേടിയെടുത്തത്. കങ്കണയുടെ പെർഫോമൻസ് കൊള്ളാം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ട് കേൾക്കാൻ കഴിഞ്ഞത്. ഈ പറഞ്ഞ 2 ഹിന്ദി സിനിമകളും കാര്യമായ ചലനം ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിട്ടില്ല. സിനിമകളുടെ കളക്ഷനായിട്ട് കാത്തിരിക്കൂ. ഇന്ന് അക്ഷയ് കുമാർ നായകനെത്തിയ ഒരു ഹിന്ദി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് സ്കൈ ഫോഴ്സ് എന്ന സിനിമയാണ്. അക്ഷയ് കുമാറിന്റെ സർഫറയ്ക്ക് ശേഷം ഒരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ, ഡീസന്റ് അഭിപ്രായങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്ന ഒരു സിനിമയായിട്ട് സ്കൈ ഫോഴ്സ് മാറിയിരിക്കുകയാണ്. ആദ്യ പകുതിയേക്കാൾ മികച്ച 2ാം പകുതി എന്നൊരു അഭിപ്രായം കൂടി നേടിയെടുത്ത സിനിമ വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്. തമിഴിൽ നിന്നും ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കുടുംബസ്ഥനാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ മണികണ്ഠന്റെ അടുത്ത പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ഈ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന സിനിമകളിലെ മണികണ്ഠൻ ഭാഗമായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 2 സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതിലൊന്ന് ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി തുടങ്ങിയവർ അഭിനയിച്ച എന്ന സിനിമയാണ്. നേരത്തെ സിനിമയുടെ ട്രെയിലർ എല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ ഒരു കിടിലൻ ട്രെയിലർ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ നല്ല അഭിപ്രായങ്ങളോടൊപ്പം തന്നെ ആവറേജ് എന്നൊരു അഭിപ്രായം കൂടുതലായിട്ട് കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അൻപോട് കൺമണി എന്ന തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ മലയാളം സിനിമകളിലൊന്നാണ്. ചിത്രത്തിൽ അർജുൻ അശോകൻ നായകനെ എത്തുന്നു. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമയും വേണമെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്നൊരു അഭിപ്രായം മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമ വിശേഷവുമായി നല്ലൊരു സാമ്യത സിനിമയ്ക്കുണ്ട് എന്നതാണ് സിനിമയെക്കുറിച്ച് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഒരു ഫാമിലി എന്റർടൈനർ സിനിമ കൂടിയാണ് അൻപോട് കൺമണി. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക്.